WWDC22, iOS 16, iPadOS 16, WatchOS 9, macOS Ventura, new MacBook Air, new MacBook Pro, new watch faces, M2 chips, stage management. ക്ഷീണിച്ച് ഇനി ഇത് ഫുള്ള് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ദിസ് ഈസ് Abin Xavier. വെൽക്കം ബാക്ക് ടു എവിക്ക. Hey Siri, everything you want to know about Apple. അപ്പോൾ തുടക്കം തന്നെ നമ്മുടെ iOS 16 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, അതേപോലെ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു iOS 16 കാര്യത്തിൽ. കുറച്ചൊക്കെ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റി, എന്നാൽ കൂടെ എൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽ ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ കുറേ കാര്യങ്ങൾ ആഗ്രഹിച്ചായിരുന്നു iOS 16. അതിലേറ്റവും ആദ്യത്തെ കാര്യമാണ് നമ്മുടെ ലോക്ക് സ്ക്രീൻ. iOS 16 നമുക്ക് ഫുള്ളി റീഡിസൈൻഡ് ആയ ഒരു ലോക്ക് സ്ക്രീൻ കിട്ടുന്നുണ്ട്. അതും ഇൻക്ലൂഡിങ് വിജറ്റ്സ് വരെ നമുക്ക് പിൻ ചെയ്യാൻ പറ്റും. അതിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയ കാര്യമാണ് വാൾപേപ്പർ ഗാലറി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോക്കസ് മോഡ് അനുസരിച്ച് നമുക്ക് പല വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്ത് ആ ഒരു കാര്യം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മുടെ ഒരു കൺട്രോൾ സെൻറ്ററിലോ നമ്മുടെ ക്യാമറയിലോ നമ്മുടെ ഇൻട്രാക്റ്റീവ് വിജറ്റ്സിലോ അല്ലെങ്കിൽ മ്യൂസിക്സിലോ ഒന്നിലും ഒരു റീഡിസൈനും ഇപ്പോൾ ആപ്പിൾ കാണിച്ചിട്ടില്ല. ഇനി ഫേർദറായിട്ട് വരുമോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നമുക്ക് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് മാറ്റങ്ങൾ വന്നുള്ളൂ. അതും ഇന്ത്യയിൽ നമുക്ക് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലും യൂസ് ചെയ്യാൻ പറ്റില്ല. മാപ്സിൽ കുറേയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്, പക്ഷേ ഈ മാപ്സിലെ പല കാര്യങ്ങളും നമ്മുടെ ഈ ഇന്ത്യയിൽ കിട്ടില്ല. വേറെ കാര്യം, ആപ്പിളിൻ്റെ പേയ്മെൻറ്റ്, അതായത് ആപ്പിൾ പേ ലേറ്റർ, പിന്നെ ആപ്പിൾ വാളറ്റ്, ഈ 3 കാര്യങ്ങളിലും നമുക്ക് ഒരു കാര്യവും ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റില്ല. ആപ്പിൾ വാളറ്റിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബുക്ക് മൈ ഷോയിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സിനിമ ടിക്കറ്റ് ജസ്റ്റ് നമ്മുടെ പാസ്സായിട്ട് സ്റ്റോർ ചെയ്യാന്ന് മാത്രമാണ്. അല്ലാതെ നമുക്ക് ഈ പറയുന്ന ഡ്രൈവേഴ്സ് ലൈസൻസോ അതായത് ആപ്പിൾ പേയോ ആപ്പിൾ പേ ലേറ്ററോ ഒന്നും ഇന്ത്യയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുക്ക് മൈ ഷോവോ അല്ലെങ്കിൽ നമ്മുടെ മേക്ക് മൈ ട്രിപ്പോ ഏതെങ്കിലും കുറച്ച് ടിക്കറ്റ്സ് മാത്രം നമുക്ക് നമ്മുടെ വാളറ്റിലേക്ക് ഷെയർ ചെയ്തിടാൻ പറ്റുന്നു മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് വന്ന iOS 16 വന്ന ചേഞ്ചാണ് നമ്മുടെ കാർ പ്ലേയിൽ എനിക്ക് കുറച്ച് സന്തോഷമുണ്ടായിരുന്നു. കാരണം ഫുള്ളി റീഡിസൈൻഡ് ആയ ഒരു കാർ പ്ലേ നമുക്ക് ഈ ഒരു വേർഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇയറിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ചധികം ചേഞ്ച് വന്നത് നമ്മുടെ ഫോട്ടോസിലാണ്. ഫോട്ടോസ് എന്ന് പറയുമ്പോൾ എനിക്കതിലൊരു ഫീച്ചർ ഇഷ്ടപ്പെട്ടു. അതെന്താണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ എവിടെയെങ്കിലും പോയി, അപ്പോൾ എല്ലാവരുടെയും ഐഫോണാണ്. നമുക്കപ്പോൾ ഒരു കോമൺ ക്ലൗഡിലേക്ക് നമ്മുടെ എല്ലാവരെയും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ആ ഒരു ഫോട്ടോസ് ഫുള്ള് ഷെയർ ചെയ്യാൻ പറ്റും. അതിൽ എഡിറ്റ് ചെയ്യാനും അതേപോലെ ഡിലീറ്റ് ചെയ്യാനും അത് നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യണമെങ്കിലും നമുക്ക് പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെയും വേറൊരു കാര്യമില്ല. നമ്മുടെ iOS 16 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും പറഞ്ഞതും iPhone 7 മുതലാണ്. പക്ഷേ iPhone 7 മുതലല്ല, iPhone 8 മുതൽ iPhone 13 Pro Max വരെ ഇനി ഇറങ്ങാൻ പോകുന്ന iPhone 14 കൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ iOS 16 കിട്ടുകയുള്ളൂ. iPhone 6s 6 Plus 7 Plus നമുക്ക് കിട്ടില്ല. അതിലൊന്നും നമുക്ക് iOS 16 എന്ന് പറഞ്ഞ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ടാവില്ല. പിന്നീട് iOSൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് iOSൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ മെസ്സേജ് ആപ്ലിക്കേഷന് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ വന്നുകൊണ്ടിരിക്കുകയല്ല, വന്നു കഴിഞ്ഞു. അതോടൊപ്പം നമ്മൾ പറയാത്ത വേറൊരു കാര്യം കൂടെ ആ ഒരു മെസ്സേജ് ആപ്ലിക്കേഷനുണ്ട്. അതാണ് നമുക്ക് നമ്മളയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ WatchOS 9 കാര്യമാണ് നോക്കേണ്ടത്. WatchOS 9 കാര്യം പറയുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് 4 വാച്ച് ഫേസ് കൊണ്ടുണ്ട് പുതുതായിട്ട്. പിന്നീട് ഹാർട്ട് റേറ്റിൻ്റെ സോൺ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ 80 BPM തൊട്ട് ഒരു 120 BPM വരെ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു BPM ആ ഒരു ഹാർട്ട് റേറ്റിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുന്നതാണ്. പിന്നീട് നമുക്ക് നമ്മുടെ സ്ലീപ്പ് ട്രാക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്.
പിന്നെ WatchOS 9 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ മെഡിക്കേഷൻ റിമൈൻഡർ എന്നുള്ള ഓപ്ഷനാണ്. നമ്മുടെ നാട്ടിൽ കുറേ പേര് മെഡിസിൻസ് ഇൻടേക്ക് എടുക്കുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഹോമിയോ മെഡിസിൻ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഇടവിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും. നമ്മളിപ്പോൾ അലോപ്പതി ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ചില സാഹചര്യത്തിൽ ഡ്രോപ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ടാബ്ലറ്റ്സ് ആണെങ്കിലും നമുക്ക് ഇത്ര മണിക്കൂർ നമുക്ക് കഴിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് കറക്റ്റായിട്ട് റിമൈൻഡർ വെച്ച് നമുക്ക് മരുന്നുകൾ കഴിക്കാൻ പറ്റും. പിന്നീട് നമുക്ക് ആ ഒരു മെഡിക്കേഷൻ ആപ്പിൽ തന്നെ വരുന്നതാണ്. നമ്മളിപ്പോൾ മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലും ആൽക്കഹോളോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ബോഡിക്ക് ഹെൽത്തി അല്ലാത്ത കാര്യങ്ങളൊക്കെ പറ്റിയും നമുക്ക് ഇനി മുതൽ ഒരു ഹെൽത്തി റിമൈൻഡർ കിട്ടും. പിന്നെ നമ്മുടെ വാച്ച് യൂസ് ചെയ്യുന്ന ആപ്പിൾ യൂസേഴ്സിന് മാത്രമായിരുന്നു ആപ്പിൾ ഫിറ്റ്നസ് എന്ന ആപ്ലിക്കേഷൻ കിട്ടുന്നുള്ളൂ. നമുക്ക് അല്ലാത്ത എല്ലാ യൂസേഴ്സിനും ആപ്പിളിൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞ ആപ്പ് മാത്രമായിരുന്നു കിട്ടിക്കൊണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ഇനി മുതൽ iOS 16 റിലീസ് ചെയ്ത് WatchOS 9 ഇല്ലെങ്കിൽ പോലും, അതായത് നമ്മുടെ വാച്ച് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് ആപ്പിൾ ഹെൽത്തും അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ ഫിറ്റ്നസ് എന്ന ആപ്ലിക്കേഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു WatchOS 9 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 4 മുതൽ ഇപ്പോൾ ഇറങ്ങുന്ന ആപ്പിൾ വാച്ച് സീരീസ് 7 വരെയുള്ള എല്ലാ വാച്ചുകൾക്കും നമുക്ക് WatchOS 9 ലഭിക്കുന്നതാണ്. പിന്നീട് നമുക്ക് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു കാര്യം നമ്മുടെ M2 ചിപ്പാണ്. നമ്മൾ നേരത്തെ ലീക്സ് ആൻഡ് റൂമേഴ്സിലും അതേപോലെ ഫൈനൽ ലീക്കിലും നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് വരുന്നത് നമ്മുടെ M2 ചിപ്സെറ്റാണ്. അങ്ങനെ നമ്മുടെ M2 ചിപ്സെറ്റ് നമുക്ക് റിവീൽ ആയിട്ടുണ്ട്. അത് രണ്ട് മാക് ലൈനപ്പിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ മാക്ബുക്ക് എയറിലും 2 നമ്മുടെ മാക്ബുക്ക് പ്രോയിലും. മാക്ബുക്ക് എയറിൻ്റെ കാര്യം പറയുമ്പോൾ 13.6 ഇഞ്ചിലാണ് ആ ഒരു ഡിസ്പ്ലേ വരുന്നത്. നമ്മുടെ മാക്കിൻ്റെ ഈ വട്ടം ഇറങ്ങിയ ആ ഒരു പ്രോ വേരിയൻ്റ് വരുന്ന പോലെ തന്നെ നമുക്കൊരു നോച്ച് വെച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു മാക്ബുക്ക് എയർ വരുന്നത്. മാക് സേഫ് നമ്മുടെ മാക്ബുക്കിൽ തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാം കൊണ്ടും മാക്ബുക്ക് എയർ ഇഷ്ടപ്പെട്ടു. അതിൽ നോക്കേണ്ടത് 8 കോർ CPU 8 കോർ GPU ആണ്. കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ M1 ചിപ്പ് വെച്ചിറങ്ങുന്ന മാക്ബുക്ക് എയറിൽ 8 കോർ CPU 7 കോർ GPU ആയിരുന്നു. പക്ഷേ ആ ഒരു വേരിയൻറ്റ് അവർ റിമൂവ് ചെയ്തിട്ട് 8 കോർ CPU 8 കോർ GPUവിൻ്റെയും ഒരു ബേസ് വേരിയൻ്റായിട്ട് മാക്ബുക്ക് എയർ വിത്ത് M2 റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മാക്ബുക്ക് പ്രോവിൻ്റെ കാര്യം പറയുമ്പോൾ വേറെ ബോഡിയിലോ ചാസിയിലോ ഒരു കാര്യങ്ങളും മാറ്റിയിട്ടില്ല. അവർ ആകെ മാറ്റിയിരിക്കുന്നത് നമ്മുടെ ആ ഒരു പവർ ചെയ്യുന്ന M2 ചിപ്സെറ്റാണ്. ആ ഒരു M2 ചിപ്സെറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ നേരത്തെ ഇറങ്ങിയ മാക്ബുക്ക് പ്രോനെ കാട്ടും നല്ല രീതിക്ക്, അതായത് 30% ഫാസ്റ്റാണ് ഇപ്പോൾ ഇറങ്ങുന്ന M2 ചിപ്സെറ്റ് വെച്ചിരിക്കുന്ന മാക്ബുക്ക് പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും അതേപോലെ കോണ്ടൻറ്റ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ മാക്ബുക്ക് പ്രോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡിസ്പ്ലേയുടെ കാര്യങ്ങളൊക്കെ കുറച്ചും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ മാക്ബുക്ക് എയർ എടുക്കാം. കാരണം അത് 13.6 ഇഞ്ചും നമ്മുടെ നോർമൽ മാക്ബുക്ക് പ്രോ വരുന്നത് 13.3 ഇഞ്ചുമാണ്. പക്ഷേ ഡിസ്പ്ലേയുടെ കാര്യവും ക്യാമറയുടെ കാര്യം വരുമ്പോൾ മാത്രമാണ് അവിടെ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. മാക്ബുക്ക് എയറിൽ വരുന്നത് 13.6 ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേയും നമ്മുടെ പ്രോയിൽ 13.3 റെറ്റിന ഡിസ്പ്ലേയുമാണ്. ക്യാമറയുടെ കാര്യം നോക്കുമ്പോൾ നമ്മുടെ മാക്ബുക്ക് എയറിൽ വരുന്നത് 1080p ക്യാമറയും മാക്ബുക്ക് പ്രോയിൽ വരുമ്പോൾ 720p ക്യാമറയും വരുന്നത്. ചിപ്സെറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ രണ്ടും സെയിം ആണ്. അതേപോലെ CPU GPUയിലും മാത്രമാണ് നമുക്ക് വരുന്ന ചെറിയ ചേഞ്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ M2 ചിപ്സെറ്റും അത് വെച്ച് പവർ ചെയ്യുന്ന മാക്ബുക്ക് എയറിൻ്റെയും മാക്ബുക്ക് പ്രോവിൻ്റെയും വിശേഷങ്ങൾ. അടുത്തതാണ് നമ്മുടെ macOS Ventura. ഈ ഒരു macOS Ventura'യിൽ നമ്മൾ ഇത്രയും നാൾ വിചാരിച്ച macOS Mammoth എന്ന പേരിൽ അറിയപ്പെടും എന്നാണ്. പക്ഷേ macOS Mammoth അല്ല, macOS Ventura. ഈ ഒരു OSൽ നമുക്ക് സ്റ്റേജ് മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഈ സ്റ്റേജ് മാനേജ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മൾട്ടി ടാസ്കിങ്ങും അതേപോലെ ഈസി ആക്സസും ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു കൊളാബറിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഈസി മാനേജ്മെൻ്റ് ആണ് ഈ പറയുന്ന സ്റ്റേജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കൊളാബറിക്കേഷൻ എന്നുള്ള ഓപ്ഷനും വരുന്നുണ്ട്. നമ്മുടെ കുറച്ച് മെമ്പേഴ്സായിട്ട്, അതായത് നമ്മൾ ഓഫീസ് യൂസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുറച്ച് മെമ്പേഴ്സായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ആ ഒരു കാര്യം കൊളാബറിക്കേഷൻ ചെയ്ത്
ചെയ്യാൻ പറ്റും. അപ്പോൾ macOSൽ വരുന്ന കുറച്ച് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി ക്യാമറ എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐഫോണിൽ ഒരു ചെറിയ ലുട്ടാപ്പി പോലത്തെ ഒരു സംഭവം, അത് നമുക്ക് ബെൽക്കിൻ്റെ പുതിയ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സാധനം വാങ്ങിക്കാൻ കിട്ടും. അതിന് എന്തായാലും ഒരു 10,000-20,000 വരും, അത് ഉറപ്പാണ്. ഈ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഐഫോണും മാക്കിൻ്റെ പോക്കറ്റും കൊണ്ട് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വെച്ചാൽ മതി. നമ്മുടെ ഫോൺ പോലും അൺലോക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യേണ്ട, ഓൺ പോലും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാക്കിൻ്റെ ക്യാമറ ഐഫോണിൻ്റെ ക്യാമറയായിട്ട് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി ക്യാമറ അല്ലെങ്കിൽ ആ കണ്ടിന്യൂറ്റി കണക്ഷൻ ഓപ്ഷനും നമ്മുടെ macOS വെൻറ്റൂറയിലേക്ക് വരുന്നുണ്ട്. പിന്നെ പാസ് കീ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ macOSൽ വരുന്നുണ്ട്. macOS മാത്രമല്ല iPadOSലും iOSലും വരുന്നുണ്ട്. പാസ് കീ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ നേരത്തെ ഉണ്ടായ ആ ഒരു പാസ്വേഡ് സെറ്റിങ്സിനെക്കാട്ടും കുറച്ചും കൂടെ സെക്യൂർ ആയിരിക്കും. അതേപോലെ തന്നെ macOSൽ മെയിൽ, നമ്മൾ എപ്പോഴും എടുക്കുന്ന മെയിലിലും സഫാരിയിലും അടിപൊളിയായ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അവസാനമായി നമ്മൾ നോക്കുന്നത് നമ്മുടെ iPadOSലാണ്. iPadOS 16ൽ നമുക്കിതേപോലെ സെൻട്രൽ സ്റ്റേജ് ഓപ്ഷനും നമ്മുടെ ഐപാഡ് മാക്കായിട്ട് കണക്ട് ചെയ്താലും നമ്മുടെ ഈസി ആയിട്ടുള്ള ആക്സസിനും നമ്മുടെ iPadOS 16 നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമുക്ക് വരുന്നതാണ് റെഫറൻസ് മോഡ്. അതായത് നമ്മുടെ ഐപാഡിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ആയിക്കോട്ടെ ഫോട്ടോ ആയിക്കോട്ടെ, ആ ഒരു എഡിറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കോണ്ടൻറ്റിൻ്റെ കളറ് അതേ റെഫറൻസ് ചെയ്ത് നമ്മുടെ മാക്കിലേക്കും നമുക്ക് കിട്ടുന്നതാണ്. പിന്നീട് നമുക്ക് വരുന്നതാണ് വെതർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മുടെ iPadOSലേക്ക് അല്ലെങ്കിൽ ഐപാഡിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തുകൊണ്ടാണ് ഐപാഡിൽ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ആപ്പ് ഇല്ലാത്തതെന്ന് അറിയാമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ WWDC 2022 നമുക്ക് നോക്കാൻ പറ്റുന്ന ക്വിക്ക് റീക്യാപ്പ്, വെൽ എക്സ്പ്ലെയിൻഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു ട്വിൻ സി ടൈപ്പ് ചാർജിൻ്റെ ഒരു 60 വാട്ട് അഡാപ്റ്റർ വന്നിട്ടുണ്ട്. അത് നമ്മുടെ മാക്കിലേക്കും കണക്റ്റഡ് ആണ്. അതിനാകെ നമുക്ക് 67 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് MacBook Proയിൽ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ Day 1 WWDC 2022 കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഫുള്ളി എക്സ്പ്ലെയിൻ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് WWDC 2022 ആദ്യത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്യുക. ഇതവർക്ക് പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യുക. അപ്പോൾ ആപ്പിൾ റിലേറ്റഡായ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ്. ആൻഡ് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി നിങ്ങൾ ഇപ്പോഴും ജോയിൻ ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ആപ്പിൾ റിലേറ്റഡായ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാം. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്കും ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ടും മാറാം. ആൻഡ് thank you so much for watching this whole video. This is Abin Xavier signing from Erica.